ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 17/6/2025 വരെ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് ഇന്ന് ഒരു ദിവസമാണ് എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല, അതിന് മാറ്റം വരാം. കാരണം പല കുട്ടികളും അവരുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18/6/2025 പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപാർ ID നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അപാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി www.abc.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് അപാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. BA എക്കണോമിക്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രയൽ അലോട്ട്മെൻറ്റിലെ BA എക്കണോമിക്സിന് ഓരോ കോളേജിലും ഓരോ കാറ്റഗറിക്കും കിട്ടിയ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. അതായത് ഇപ്പം ഗവൺമെൻറ് ആർട്സ് കോളേജ് ട്രിവാൻഡ്രം എന്നുള്ളിടത്ത് ജനറൽ വിഭാഗത്തിന് 1355 ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റിൽ ആ കോളേജിൽ ഇപ്പം അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ കാറ്റഗറിയിലും കിട്ടിയവരുടെ ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ കോളേജിൻ്റെയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം എഡിറ്റ് ചെയ്യേണ്ടവർ ചെയ്താൽ മതി, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പം BA എക്കണോമിക്സിനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഈ ഒരു ഇൻഡെക്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം ഏകദേശം ഈ ഒരു ഇൻഡെക്സിൻ്റെ അടുത്തൊക്കെ നിങ്ങളുടെ ഇൻഡെക്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് ഇൻഡെക്സ് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യത്തെ ഓപ്ഷനുകളായിട്ടൊക്കെ വേണം റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങളുടെ ഇൻഡെക്സ് ഒരുപാട് ബാക്കിലേക്കാണ്, ഇപ്പം ഫസ്റ്റ് ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം നിങ്ങളുടെ ഇവിടുത്തെ ഇൻഡെക്സ് 1355 നിങ്ങളുടെ ഇൻഡെക്സിനോട് അടുത്തൊന്നും വരുന്നില്ല, ഇപ്പോൾ 1200 അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോളേജ് ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് നിങ്ങൾ ആ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ സയൻസ് കോളേജ് തിരുവനന്തപുരം, അവിടുത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1274.8 ലാസ്റ്റ് ഇൻഡെക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഇപ്പോൾ 1270 അല്ലെങ്കിൽ 65 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോളേജ് നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും അത് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീനാരായണ കോളേജ് ചെങ്ങന്നൂർ, അവിടുത്തെ ജനറൽ വിഭാഗത്തിൻ്റെ BA എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 920 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് അവിടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പല കുട്ടികളും നമ്മൾ പറഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതൽ ഇൻഡെക്സ് ഉള്ള കുട്ടി ഈ കോളേജ് ഇപ്പം റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അത് ചേഞ്ച് ചെയ്യാം, ആ ഒരു കോളേജ് മാറാം. അപ്പം ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജുകൾ മാറുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഇതിനു കൂടി വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇൻഡെക്സോടെ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനും കൂടി വേണ്ടിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ കാറ്റഗറിയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ നിങ്ങൾ നോക്കിയിട്ട് ഇൻഡെക്സ് അവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ
നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകൾ കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ ചില കുട്ടികൾ ചോദിക്കുന്നത്, ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് താല്പര്യമില്ല, ആ കോളേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്കത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് മാറ്റം വരുമോ എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അവിടെ ചേഞ്ച് വരും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടുന്ന കുട്ടികൾ മിക്കവാറും നമ്മൾ പറഞ്ഞ പോലെ അത് തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ കൂടുതൽ സാധ്യത ഉള്ളത്. നിങ്ങളിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ ചേഞ്ച് വരാം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അവിടെ മാറ്റം വരാം. ഓക്കെ, അപ്പം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഇൻഡെക്സ് നോക്കിയിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്